ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ള കാര്യം വീട്ടില് എല്ലാവരും അറിയാണ് കേട്ടോ. അത് ഭാമ വഴി നമ്മുടെ സച്ചി തന്നെ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട്. കാരണം ആ പണം ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് മോഷണം പോവാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ശ്രുതി തന്നെയാണ് കേട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ചന്ദ്രമതിയുടെ പണം കാണാതായി കഴിയുമ്പോൾ ആ പഴി നമ്മുടെ രേവതിയുടെ തലയിൽ ഇടുന്നുണ്ടല്ലോ. അങ്ങനെ രേവതിയെ കളിയാക്കിയാല് സച്ചി വെറുതെ ഇരിക്കുവോ? അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുന്ന സച്ചിക്ക് നമ്മുടെ പണം എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി വക്കീലിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചെന്നറിഞ്ഞിട്ട് വീട്ടില് എല്ലാവരും ഷോക്കായിരിക്കുകയാണ്. ഈ സമയം രവി പറയുന്നുണ്ട്, ഇതിനൊരു എന്തായാലും രേവതിയെ കള്ളിയാക്കാൻ മാത്രമല്ല ചെയ്തത്, ശരത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് നീ പണത്തിന് വേണ്ടിയിട്ട് അതുപോലും ചെയ്തല്ലേ. ഇത്രയും ഒരു നെറികേട് കാണിച്ച നിനക്ക് ശിക്ഷ തരേണ്ടത് ഞാനല്ല, സച്ചിൻ രേവതിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ സച്ചിൻ രേവതിയും രേവതിയാണെങ്കിൽ ഒന്നിനോടും പ്രതികരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്, രേവതി ഒന്നും പറയുമെന്ന് എന്തായാലും ആരും കരുതണ്ട, എന്തായാലും അമ്മ രേവതിയോട് മാപ്പ് ചോദിക്കണം എന്ന് പറയുകയാണേ. അങ്ങനെ ചന്ദ്രമതി എന്തായാലും അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ അവളുടെ അനിയനെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉപകാരം ചെയ്തതിന് പ്രത്യുപകാരം എന്ന നിലയിൽ കണക്ക് കൂട്ടിയാൽ മതി, അതല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ ചന്ദ്രമതി പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ശരി അമ്മ മാപ്പ് ചോദിക്കില്ല എന്നറിയാം, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഇനി രേവതിനെയോ രേവതിയുടെ കുടുംബക്കാരെയോ ഒരിക്കലും മോഷ്ടാക്കളെന്നോ മോഷ്ടാക്കളുടെ കുടുംബമെന്നോ പറയാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ രവി ആണെങ്കിൽ അതിനെ അങ്ങനെ നിസ്സാരമായിട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. രവി പറയുന്നുണ്ട്, ചന്ദ്രേ എന്തായാലും നീ ഒരാള് കാരണം സച്ചിക്കും രേവതിക്ക് നഷ്ടമായിരിക്കുന്നത് 5 ലക്ഷം രൂപയാണെന്നേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം 5 ലക്ഷം രൂപ വക്കീലിന്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് ചന്ദ്രമതി അറിഞ്ഞിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂട്ടി ചോദിച്ചേനേലോ. അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അവരുടെ പൈസ ഞാൻ ഏൽക്കുന്നതെന്നേ, അത് നീ ഒറ്റ ഒരാൾ കാരണമാണ് ഇപ്പൊ ഇങ്ങനെയായിരിക്കുന്നത്, അത് തന്നെയാണ് നിനക്കുള്ള ശിക്ഷ. രേവതിക്കും സച്ചിക്കും 5 ലക്ഷം രൂപ നീ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രവിയാണെങ്കിൽ ശ്രുതിയെ കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും ചന്ദ്രമതിയുടെ മുമ്പിൽ തന്നെ വാ തുറന്നങ്ങ് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ചന്ദ്രമതിയും ശ്രുതിയും ആകെ പോട്ടു വീഴുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ വിശേഷങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് പോയി കാണണേ. അങ്ങനെ ശ്രുതിയും കൂടിയിട്ടിരുന്ന് റൂമിലിരുന്ന് ഷോപ്പിലെ കണക്കുകളൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചന്ദ്രമതി ചെല്ലുന്നുണ്ട്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തിരക്കിലാണോന്നേ? ഇല്ലമ്മേ, എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവരുടെ അടുത്ത് പോയി അങ്ങ് ഇരിക്കുകയാണേ. മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇപ്പോഴും ആ മൂഡ് ഓഫിലാണെന്ന് തോന്നുന്നു, എന്താ ആൻറ്റി അങ്കിള് വഴക്ക് പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ ശ്രുതി പറയുന്നുണ്ട്, അമ്മ അവർക്ക് ആ ക്യാഷ് കൊടുക്കണമെന്ന് ഓർത്തിട്ടാണെങ്കിൽ അതോർത്തിട്ടൊന്നും അമ്മ വിഷമിക്കണ്ട, അമ്മ ആ കാശ് തിരികെ കൊടുക്കുകയും വേണ്ട എന്ന് പറയാനേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് ഓർത്തിട്ടൊന്നുമല്ല എനിക്ക് വിഷമം ഇരിക്കുന്നത്, എന്തായാലും ആ പൂ കെട്ടുന്നവർക്ക് ഞാനൊരു കടക്കാരിയായിട്ട് ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ പണം എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന് പറയാനേ. ഇതേക്കുമ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഇപ്പോ പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാ ഇത്രയും വലിയ തുക? എടാ നീ ഉദ്ദേശിച്ച എനിക്ക് ആ പൈസ തരാൻ പറ്റില്ലെന്ന് ചോദിക്കാനേ. അമ്മേ എൻ്റെ കയ്യിൽ എവിടുന്ന അത്രയും തുകയൊക്കെ? എന്തായാലും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബിസിനസ് ആകെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ പൈസയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ കണക്കൊക്കെ നോക്കി തന്നെ ഇരിക്കുകയാണ്. എന്നാ വീണ്ടും ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി എന്തായാലും നിനക്കിപ്പോ കുറെ ഡീലർഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, കുറെ സബ് ഡീലർമാരും നിന്നെ തേടി ഇപ്പോ വീടുകളിലും വന്നിട്ടുണ്ട്, അപ്പൊ നിനക്ക് ഒരുപാട് കാശൊക്കെ കിട്ടിയില്ലേ, അതിൽ നിന്ന് കുറച്ച് പൈസ തന്നാ മതി എന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്താ പറയുന്നത്? അവര് തരുന്ന പണമെല്ലാം ഞാൻ അഭിലാഷ് സാറിനല്ലേ തിരിച്ചു കൊടുക്കേണ്ടത്, പിന്നെ എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ?
എടാ സുധി, അതല്ല, കുറച്ച് ദിവസത്തേക്കെങ്കിലും നിനക്ക് ആ പൈസ മറയ്ക്കാൻ പറ്റുമല്ലോ. എനിക്ക് നീയൊന്നും മറിച്ചതാ. ഞാൻ ആ പൂക്കാരിക്ക് കടവായിട്ട് ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സുധി പറയുന്നുണ്ട്, അമ്മേ എന്തായാലും അവരുടെ മുമ്പിൽ ഞാൻ പിന്നെ ഒരു കള്ളനാവില്ലേ, അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കില്ല എന്ന് സുധി തീർത്ത് പറയുന്നുണ്ട്. ഓ, അപ്പൊ നിനക്ക് എനിക്ക് പണം തരാൻ പറ്റില്ലല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പിണങ്ങിയിരിക്കുവാണേ. അമ്മേ, ഞാൻ പറ്റില്ലെന്നല്ല പറഞ്ഞത്, എനിക്ക് കുറച്ച് സമയം താ, ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്ത് തരാന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് നിന്ന് രക്ഷയില്ലെന്ന് കാണുമ്പോൾ ചന്ദ്രമതി പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതി, നിനക്കറിയാമല്ലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ആ പൂക്കാരിക്ക് ഞാൻ കടക്കാരിയായിട്ട് ഇരിക്കുന്നതിലും നല്ലത് നിനക്ക് കടക്കാരിയായിട്ട് ഇരിക്കുമല്ലേ എന്ന് ചോദിക്കാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി വെക്കുന്നുണ്ട്, ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ശ്രുതി, വേറൊന്നുമല്ല, നിന്റെ മലേഷ്യയിലെ അങ്കിളില്ലേ, അങ്കിളിനോട് വിളിച്ച് ചോദിച്ചാ എനിക്ക് വേണ്ടി കുറച്ച് പൈസ തരില്ലേ എന്ന് ചോദിക്കാനേ. അയ്യോ അങ്കിൾ, അത് ആൻറ്റി, അങ്കിളിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. 2-3 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിട്ടും അങ്കിളിനെ കോള് പോലും കിട്ടുന്നില്ല എന്ന് പറയാനേ. അതെ, നീ നമ്പർ താ, ഞാൻ വിളിച്ച് ചോദിക്കാന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രുതി അതിൽ നിന്നെല്ലാം ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി അതിൽ നിന്ന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, 2 പേർക്കും പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന്. അപ്പോഴേക്ക് ശ്രുതി വെക്കുന്നുണ്ട്, എന്ത് വഴി? അതെ, നീ ഒരു കാര്യം ചെയ്യ്, നമുക്കുള്ള മലേഷ്യയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പൊ മലേഷ്യയിലേക്ക് പോന്നെ? അതെ, ശ്രുതിയുടെ അച്ഛൻ കുറെ നാളുകൊണ്ട് ജയിലിലല്ലേ, നമ്മൾ ആരും ഇവിടെ നിന്ന് കാണാൻ പോയിട്ടുമില്ല. അപ്പൊ ശ്രുതിയുടെ അച്ഛനെ പോയി ജയിലിൽ കണ്ടിട്ട് നമുക്ക് വേണ്ട കുറച്ച് പണവും മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാമല്ലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ ഇരുന്നിടത്ത് നിന്ന് അങ്ങ് ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട്, അയ്യോ ആൻറ്റി, അങ്ങനെ പെട്ടെന്നൊന്നും മലേഷ്യയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ പോയിട്ട് അച്ഛനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പെർമിഷനൊക്കെ എടുക്കണം. നമ്മൾ നേരത്തെ ലെറ്ററൊക്കെ അയച്ചിട്ട് അവിടെ നിന്ന് പാസ്സായെങ്കിലും മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയണേ. അതിനെന്താ, എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നമുക്ക് എന്തായാലും അവിടെ പോകണമെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അത് ആൻറ്റി, അതല്ല, നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ചെന്നാൽ നമുക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കരുതിയിട്ട് അവർ നമ്മളെയും പിടിച്ച് ജയിലിലിടുവന്നേ. ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രുതിക്ക് ആകെ അങ്ങ് പേടിയാവാണ് കേട്ടോ. അയ്യോ അമ്മേ, വേണ്ടമ്മേ, നമുക്ക് പോകണ്ട, വെറുതെ എന്തിനാ നമ്മൾ പോയി ജയിലിൽ കിടക്കുന്നത്? പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? എന്തായാലും നമുക്ക് പോകണമെന്ന് തന്നെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഇപ്പോൾ ക്യാഷ് അല്ലേ വേണ്ടത്, അത് ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. നീ ഇപ്പോ എങ്ങനെയാ അത്രയും ക്യാഷ് ഒപ്പിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത്, അതെ, 3 ലക്ഷം രൂപ ഞാനിപ്പോൾ തന്നെ ആൻറ്റിക്ക് തരാം. പിന്നെ ആ മോഷണം പോയ 2 ലക്ഷം രൂപയില്ലേ, അത് ആരാണ് മോഷ്ടിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട്, ശരിയാ ശ്രുതി, എന്തായാലും ആ പൈസ ഞാൻ കണ്ടുപിടിക്കും. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് പെട്ടെന്ന് അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇനി കേസിന് പോയാൽ തനിക്കാവുമല്ലോ അതിന്റെ പ്രശ്നമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി ശരി, നീ ആ പറഞ്ഞ 3 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യുക, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ചന്ദ്രമതി പോകുന്നുണ്ട്. ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ ഇപ്പോ അമ്മയ്ക്ക് 3 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അത് എവിടെ നിന്ന് കൊടുക്കും? അത് നമുക്ക് നീലിമ തന്നതിൽ നിന്ന് ബാക്കി ബാലൻസ് ക്യാഷ് ഉണ്ടല്ലോ, ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്, അതിൽ നിന്ന് കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇനിയിപ്പോ അതിനകത്ത് ബാലൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഈയിടെ ഒരു ഫംഗ്ഷൻ നടത്തിയതിനൊക്കെ നല്ല എമൗണ്ട് ചെലവായിട്ടുണ്ട്. പിന്നെ കടയാണെങ്കിൽ കുറെ പുതുക്കി പണിതല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറെ ക്യാഷ് ചെലവായി. ഇനിയിപ്പോൾ അതിനകത്ത് ക്യാഷ് ഇല്ലാന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതും പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി, ഇപ്പോൾ നീ ഈ ക്യാഷ് എടുത്ത് ചെലവാക്കിയിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞെന്ന് ചോദിക്കുകയാണേ. ശ്രുതി, നീ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയതൊന്നും അല്ലല്ലോ, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പണം എടുത്തത്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാനിപ്പോൾ ആ ക്യാഷ് ഉണ്ടെന്ന് ഓർത്തിട്ടില്ലേ ആൻറ്റിക്ക് പണം കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓ, നീ ഇപ്പോൾ എന്നോട് ചോദിക്കാതെ പിന്നെ അമ്മയ്ക്ക് പണം കൊടുക്കാമെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു. എന്തായാലും
എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ഇങ്ങനെ മിണ്ടാതിരുന്ന ഞാൻ പിന്നെ എങ്ങനെയാ ഈ പണം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നീ തന്നെയല്ലേ പറഞ്ഞത് പൈസ കൊടുക്കാന്ന്, അപ്പൊ നീ എന്തെങ്കിലും വഴി കണ്ടെത്തുന്നു പറയാനേ. എന്നാൽ ശരി ശ്രുതി, എൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ താലി വിൽക്കേണ്ടി വരുമെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, താലി വിൽക്കാനോ? ആ അതെ, താലി വിറ്റിട്ട് എന്തായാലും ഞാൻ ആന്റിക്ക് പണം കൊടുക്കാന്ന് പറഞ്ഞല്ലോ, താലി വിറ്റ് ഞാൻ ആ പണം കൊടുക്കാം, പിന്നെ ശ്രുതിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ എനിക്ക് മറ്റൊരു താലി എടുത്തു തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നങ്ങ് പോവുകയാണ്. അങ്ങനെ ശ്രുതി എന്നിട്ട് മീരയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയം മീര പറയുന്നുണ്ട്, എടി നിന്റെ ഹസ്ബൻഡിനിപ്പോ വലിയ ഡീലർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ, പിന്നെ അതിനകത്ത് നിന്ന് ഒരു 5 ലക്ഷം രൂപ എടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണേ. അതങ്ങനെയൊന്നും പറ്റില്ല മീരെ, ഇപ്പോ ബിസിനസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പിന്നെ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുക. എന്തായാലും എൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ല, ഇപ്പൊ ഈ താലി വിറ്റിട്ട് വേണം ആന്റിക്ക് പണം കൊടുക്കാന്ന് പറയാം. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി ഞാനൊരു കാര്യം പറയാം, കർമ്മ എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഈ സമയം ശ്രുതി ഇങ്ങനെ മീരനെ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, സച്ചി രേവതിയും ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നീ ആ വീഡിയോ കൊണ്ടുപോയി ആന്റണിക്ക് കൊടുത്തു. ആ വീഡിയോ റിലീസ് ചെയ്തിട്ട് നിന്റെ ആന്റി ആ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. പിന്നീട് ആ 2 ലക്ഷം രൂപ വക്കീലിന്റെ കയ്യിൽ നിന്ന് അവരത് മേടിക്കുകയും ചെയ്തു. ഇപ്പോ ആ 2 ലക്ഷം രൂപയും നീ തന്നെ മോഷ്ടിച്ചു. പിന്നീട് ആ 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും ചേർത്ത് 5 ലക്ഷം രൂപ നീ ഉണ്ടാക്കേണ്ടിയും വന്നു. നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ മീരെ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്, നീ ഒന്ന് മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞിട്ട് മീരയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രുതി വീണ്ടും മീരയോട് പറയുന്നുണ്ട്, മീരെ ഞാനിപ്പോ എന്തായാലും സച്ചി അറിയാതെയാണ് ആന്റി ആ 2 ലക്ഷം രൂപ വക്കീലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അപ്പൊ ആ പണം എടുത്തു കഴിഞ്ഞാല് ആന്റി പുറത്തു പറയില്ലെന്നാ ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നതിന് മുകളിലാണ് ആന്റി ചിന്തിക്കുന്നത്. ആന്റി മറ്റൊരു വലിയ പ്രശ്നമായിട്ട് വീട്ടിലെടുത്തിട്ടു. അതുകൊണ്ടാണ് ഇപ്പോ ആ പണം കൂടി ഞാൻ ഉണ്ടാക്കേണ്ടി വന്നത്. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും കൂടി വീണ്ടും എന്റെ തലയിൽ തന്നെ വരികയാണെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അതെ ഇത് തന്നെയാണ് പറയുന്നത്, അവനവൻ കുഴിക്കുന്ന കുഴിയില് അവനവൻ തന്നെയാണ്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാനൊരു ചീത്ത ആളായതുകൊണ്ട് ചീത്ത കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ വന്നു ചേരുമെന്നാണ് ഒന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. മീര ഇപ്പൊ പറയുന്നുണ്ട്, എടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാനൊരു പഴഞ്ചൊല്ലു പറഞ്ഞതേ ഉള്ളൂ എന്നേ. അപ്പോഴേക്കും ശരി, നീ പറഞ്ഞു വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നേ. അല്ല ശ്രുതി, ഞാൻ പറഞ്ഞത് നീ ആ സച്ചിക്കും രേവതിക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അവരാ പണം ഉണ്ടാക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നേ. സച്ചിയും രേവതിയും സപ്പോർട്ട് ചെയ്ത് മീര ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താടി നീ കുറെ ദിവസങ്ങളായിട്ട് സച്ചിയും രേവതിയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. എടി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല, നീ ഇപ്പോ ആ വീഡിയോ ലീക്ക് ചെയ്യാൻ പോയിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം നിനക്ക് വന്നു ചേർന്നതെന്ന്. മീരെ നിനക്കറിയാമല്ലോ, ആ നവീൻ ദാസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്ന് എന്നാ മീര പറയുന്നുണ്ട്. മീര വീണ്ടും പറയുന്നുണ്ട്, എടി പിന്നെ നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ താലി വിറ്റിട്ട് നീ ആ 3 ലക്ഷം രൂപ കൊണ്ടുപോയി നിന്റെ അമ്മയമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ? ശരി, ആ 3 ലക്ഷം രൂപ ഇരിക്കട്ടെ, ബാക്കി നീ എടുത്ത ആ 2 ലക്ഷം രൂപയ്ക്ക് നീ എന്ത് ചെയ്യുമെന്ന്? ഓൾറെഡി നിന്റെ അമ്മായിയമ്മ ആ പൈസക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി പോവാന്നല്ലേ പറഞ്ഞത്. കേസ് കൊടുത്താ നീ തന്നെ പിടിക്കപ്പെടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതേ മീരെ, അതിനാണ് ഒരു വഴി കാണേണ്ടത്. എന്തായാലും ആ 2 ലക്ഷം രൂപ ഞാന് ഭാമ ആന്റിയെ തന്നെ കൊണ്ടേൽപ്പിക്കാൻ പോവാന്ന് പറയാനേ. അപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ എടുത്താന്നും പറഞ്ഞിട്ട് ഭാമ ആന്റിയുടെ കയ്യിൽ തിരിച്ചു കൊണ്ട് കൊടുക്കാനോ? നീ ഒന്ന് പോ മീരെ, ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്നിട്ട് ഞാൻ ആ വീട്ടില് പിടിക്കപ്പെടാനും ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താവപ്പെടുകയും ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നറിയാലോ. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതി നേരെ ചെല്ലുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ആഹാ ശ്രുതിയോ, കേറി വാ മോളെ. എന്തായാലും നീ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇല്ല പോയത്. നിനക്ക് ഞാൻ കുടിക്കാൻ ജ്യൂസ് വല്ലതും എടുക്കട്ടെ എന്ന് ഇങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ടേ. വേണ്ട ആന്റി, എനിക്കിപ്പോ ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി, കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോ ഹെഡ് മസാജ് ചെയ്തിട്ട് പോയില്ലേ, അതിൽ പിന്നെ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, തലവേദനയും ഉണ്ടായിട്ടില്ല. നീ ഇപ്പോ എന്തിനാ വന്നത്? എനിക്ക് വീണ്ടും ഹെഡ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആന്റി
എനിക്കിപ്പോൾ ആരാണ് ഹെഡ് മസാജ് ചെയ്യുന്നതെന്ന് ഓർത്താണ് ഞാനിപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ടെൻഷനാണെന്ന് പറയാനേ. ഈ സമയം ഭാമ ചോദിക്കുന്നുണ്ട്, നിനക്കെന്തിനാ ഇത്ര വലിയ ടെൻഷൻ? ഇപ്പോൾ നിന്റെ ഹസ്ബൻഡ് വലിയ വലിയ ഡീലർഷിപ്പ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നിന്റെ അമ്മായിമ്മയാണെങ്കിൽ നിന്നെ തലയിലാണ് കൊണ്ടുവച്ച് നടക്കുന്നത്. പിന്നെ നിനക്കെന്താ ഇത്ര ടെൻഷനെ? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതല്ല ആൻറ്റി, എന്ത് ചെയ്യാനാണ്? വീട്ടിലാണെങ്കിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ്. ഞാനെല്ലാം അറിഞ്ഞായിരുന്നു ശ്രുതി. സച്ചി ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ വീട്ടില് നിന്റെ അമ്മായിയമ്മ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. വീട്ടിലും വലിയ പ്രശ്നങ്ങളായില്ല എന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ ആന്റി, അത് വീട്ടില് വലിയ പ്രശ്നമായി. അങ്കിളാണെങ്കിൽ ആന്റിയുടെ അടുത്ത് തന്നെ സച്ചിക്കും രേവതിക്കും ആ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഭാമ ചോദിക്കുന്നുണ്ട്, 5 ലക്ഷം രൂപയോ? അത് ചന്ദ്ര കൊടുക്കണമെന്നോ? അതെ ആന്റി, അത്രയും വലിയ തുകയ്ക്ക് വേണ്ടിയിട്ട് ചന്ദ്ര എന്ത് ചെയ്യുമെന്ന് ഭാമ ചോദിക്കുമ്പോൾ, ആന്റി എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര ആ തെറ്റ് ചെയ്തിട്ടാണല്ലോ, പിന്നെ നീ എന്ത് ചെയ്യാനാണ്? ആന്റി, ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ വീട്ടിൽ ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആന്റി അങ്കിളും തമ്മിൽ വലിയ പ്രശ്നമാണല്ലോ. ഇനി അങ്കിൾ ആന്റിയെ വേണ്ടെന്ന് വെക്കുമോന്ന് കൂടി എനിക്ക് ടെൻഷനാണ്. അതിന് നീ എന്ത് ചെയ്യാനാണ് ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, അത് ആന്റി കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ, ആന്റി ഇത് കണ്ടോന്നും പറഞ്ഞിട്ട് ശ്രുതി കഴുത്തിൽ കിടക്കുന്ന ഈ മാല ഇങ്ങനെ കാണിക്കുകയാണ്. ആഹാ, നീ പുതിയ ചെയിൻ മേടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ആന്റി, ഇത് കവറിങ് ആണ്. എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന താലിയും മറ്റൊരു ചെയിനും കൂടി കൊണ്ടുപോയി വിറ്റിട്ട് ഞാൻ എൻ്റെ കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ഭാമ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇതെന്നെ? അത് ആന്റി ഒരു കാര്യം ചെയ്യണം. ഇത് 2 ലക്ഷം രൂപയാണുള്ളത്. ഇവിടെ നിന്ന് ആന്റിയുടെ പൈസ മോഷണം പോയിരുന്നല്ലോ, ആ പൈസ ഒരു സാരിയുടെ പുറകിലേക്ക് വെച്ചിട്ട് സാരിയുടെ പുറകിൽ തന്നെ ഈ പണം ഉണ്ടായിരുന്നെന്നും പറഞ്ഞിട്ട് ആന്റിയെ വിളിച്ചിട്ട് ഭാമേന്റി പറഞ്ഞാൽ മതിയെന്നേ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ശ്രുതി ഇപ്പോൾ ആ പൈസ മറ്റാരോ എടുത്തിട്ട് പോയതാണ്. രേവതി ഒരിക്കലും ആ പണം എടുക്കില്ലെന്നറിയാം. എന്നാലും മറ്റാരോ എടുത്തോണ്ട് പോയ പണത്തിന് നീ എന്തിനാണ് ശ്രുതി ഈ പൈസ തിരിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ആന്റി എന്തായാലും ഈ പൈസ കാരണമാണ് അവിടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്നത്. രേവതി ആ പണം എടുക്കില്ലെന്ന് എനിക്കും അറിയാം. പിന്നെ എടുത്തവരാരും ഇനി തിരിച്ചു തരാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഈ പണം ഇവിടെ നിന്ന് കിട്ടിയെന്നറിഞ്ഞാല് രേവതിയുടെ മേലിലുള്ള പഴിയും പോകും, വീട്ടില് അങ്കിളും ആന്റിയും തമ്മിലുള്ള പ്രശ്നങ്ങളും തീരുമല്ലോ. അങ്ങനെയെങ്കിലും വീട്ടിൽ സമാധാനം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ഭാമയ്ക്ക് ഭയങ്കര അങ്ങ് സന്തോഷമാവാണ് കേട്ടോ. എന്തായാലും ശ്രുതി, ഞാൻ തന്നെ കാണിച്ചു കൊടുത്ത മരുമകളാണല്ലോ നീ. എന്തായാലും നിന്നെ ഓർത്തിട്ട് എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് കിട്ടിയ ഒരു മരുമകളാണെങ്കിൽ എൻ്റെ മകനെ തന്നെ എൻ്റെ അടുത്ത് നിന്ന് പറിച്ചുകൊണ്ടുപോയി. എന്നാൽ നീ ആ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടും രേവതിയുടെ മേലിലുള്ള പഴി പോകാൻ വേണ്ടിയിട്ടും നിന്റെ സ്വർണം തന്നെ വിറ്റില്ലേന്ന് ചോദിക്കാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ ആന്റി, എനിക്ക് വീട്ടിലെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് തന്നെയാണ്, ഫാമിലിയിലെ സന്തോഷമാണ് എനിക്ക് വലുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ 2 ലക്ഷം രൂപ ഭാമേനെ ഏൽപ്പിച്ചിട്ട്, ആന്റി ഞാനെന്നാ പോട്ടെ, ഞാൻ പോയി ഒരു അരമണിക്കൂറിന് ശേഷം ചന്ദ്രാന്റിയെ വിളിച്ചിട്ട് ആന്റി പണം ഇവിടെ തന്നെയുണ്ട്, മോഷണം പോയിട്ടില്ല എന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിറങ്ങുകയാണേ. അപ്പോഴേക്കും ഭാമയ്ക്ക് വലിയ സന്തോഷവുമാണ്. എന്തായാലും ശ്രുതി, നിന്നെപ്പോലെ ഒരു മരുമകളെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തുള്ള വിഷമേ ഉള്ളൂ. അടുത്ത ജന്മമെങ്കിലും നീ എനിക്ക് മരുമകളായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് സച്ചി ആണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. സച്ചി ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് കയറി വരുന്നത്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താടാ എന്ത് പറ്റിയെന്നേ? അച്ഛാ, എന്നെ അശോകൻ അങ്കിള് വിളിച്ചിരുന്നു എന്ന് പറയാനേ. അപ്പോഴേക്ക് രവിയുടെ മുഖമൊന്നും അല്ല, എന്താടാ എന്താ അവൻ പറഞ്ഞു നിൽക്കുമ്പോൾ, അച്ഛൻ എന്തെങ്കിലും ജോലി നോക്കാൻ വേണ്ടിയിട്ട് അങ്കിളിനോട് പറഞ്ഞിരുന്നോ നിൽക്കണേ. ആടാ ഞാൻ പറഞ്ഞു, ഇവിടെ വീട്ടിലിരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു, എന്തെങ്കിലും ഒരു ജോലി വരുമാനവും ആകും, എനിക്ക് വീട്ടിലിരുന്ന് മടുത്തോന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്താ അച്ഛാ ഇത്, 35 വർഷത്തോളം അച്ഛൻ കിടന്ന് അധ്വാനിച്ചു, ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ അച്ഛൻ റെസ്റ്റ് എടുക്കേണ്ട സമയല്ലേ, അതിനെന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്നാലും രവി പറയുന്നുണ്ട്, എടാ അതാ 35 വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അധ്വാനിച്ച് വന്നതല്ലേ, അപ്പോ വീട്ടിലിരിക്കുമ്പോ ഒരു മടുപ്പ് തോന്നുന്നു, അതുകൊണ്ടാടാ.
ഇവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട് അച്ഛൻ വേറൊരു ജോലി നോക്കുവാണെന്ന്. ഇത് കേൾക്കുമ്പോൾ രേവതിയും ചോദിക്കുന്നുണ്ട് എന്തിനാച്ചാ ഇനിയിപ്പോ ജോലിയൊക്കെ ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറയുന്നുണ്ട്. എന്നാലും രവി പറയുന്നുണ്ട് അതല്ല മോളെ, വീട്ടിൽ വെറുതെ ഇരുന്ന് മടുത്തില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ജോലി നോക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതാണ്, ഇനി ഞാനുള്ളപ്പോൾ അച്ഛൻ ഇനി പോയിട്ട് കഷ്ടപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രവി വീണ്ടും പറയുന്നുണ്ട് ഞാനിവിടെ റെസ്റ്റ് എടുത്ത് ഫുൾ ടൈം ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സമയം പോക്ക് വേണ്ടേ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട് അച്ഛൻ രാവിലെ വാക്കിങ്ങിന് പോ, പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, പിന്നെ കൂട്ടുകാരുടെയൊക്കെ കൂടെ ജോലിയായിട്ട് ഇരിക്കച്ചാ, അല്ലാതെ പിന്നെ അമ്പലത്തിൽ പോ, പിന്നെ സമയം കളയാനാണ് പാട്, അതിനു വേണ്ടിയിട്ട് ജോലിക്കൊന്നും പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് അതെ അച്ഛാ, ഇനി അച്ഛൻ ജോലിക്കൊന്നും പോകണ്ടെന്നേ. എന്നാ രവി പറയുന്നുണ്ട് മോളെ എന്നെക്കായാലും എത്രയോ പ്രായമുള്ളവര് ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് പോയെന്നും പറഞ്ഞ് എന്താ ഇവിടെ പ്രശ്നം എന്ന് രേവതി പറയുന്നുണ്ട്. അച്ഛാ അങ്ങനെ ജോലിക്ക് ഇപ്പോഴും പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ടിട്ടോ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടോ ആയിരിക്കും. അച്ഛൻ ഏതായാലും ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ, ഞങ്ങളൊക്കെ അച്ഛനെ നോക്കാനായിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛാ ഇങ്ങനെ ജോലിക്ക് പോകണമെന്ന് പറയുന്നേനെ. എന്നാ രവി പറയുന്നുണ്ട് അതല്ല മോളെ, ഏതൊരു സാധനവും കുറെ നാൾ അനക്കാതെ വെച്ചിരുന്നാല് തുരുമ്പെടുത്തു പോവും, അതുപോലെ തന്നെയല്ലേ മനുഷ്യന്റെ കാര്യവും. ഇപ്പൊ തന്നെ എനിക്ക് രാത്രിയിലൊന്നും നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നേയില്ല, എവിടെങ്കിലുമൊക്കെ പുറത്തു പോയി എന്തെങ്കിലും ചെറിയ പണി ചെയ്തിട്ട് വന്നാൽ രാത്രിയിലൊക്കെ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവര് 3 പേരുടെയും കൂടി സംഭാഷണങ്ങളൊക്കെ ചന്ദ്രമതി അപ്പുറത്തു നിന്ന് കേട്ടുകൊണ്ട് പതുക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി വീണ്ടും പറയുന്നുണ്ട് അച്ഛാ ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോവുകയും റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുകയും ചെയ്യണം, അതല്ലേ വേണ്ടാന്ന്. എടാ ഇപ്പോഴും കണ്ടില്ലേ നാട്ടിൽ എൻ്റെ അമ്മ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതേ. അച്ഛാ അത് നമ്മൾ അച്ഛമ്മയോട് പറഞ്ഞു നോക്കിയതല്ലേ, അച്ഛമ്മ പറഞ്ഞ അനുസരിക്കാഞ്ഞിട്ടല്ലേ, അച്ഛനും ഇപ്പൊ അങ്ങനെ ആവാൻ പോവാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ജോലിക്ക് പോകാനാണെങ്കിൽ ജോലിക്ക് പോട്ടെ, അതിനെന്താ കുഴപ്പമെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്താ പറഞ്ഞത്? അല്ല അവര് ജോലിക്ക് പോണോന്നല്ല പറയുന്നത്, അപ്പോ ജോലിക്ക് പോകട്ടെ എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ ജോലിക്ക് പോകേണ്ട കാര്യമില്ല, ഞങ്ങള് ആവശ്യത്തിനധികം സമ്പാദിക്കുന്നുണ്ടെന്ന് പറയണേ. ഓ വലിയ സമ്പാദ്യക്കാരി വന്നിരിക്കുന്നു, ഈ വീട്ടില് ശ്രുതിയല്ലാതെ മറ്റാരാണ് കൂടുതൽ സമ്പാദിക്കുന്നതെന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ആ ശരിയാണ്, കൂടുതലായിട്ട് സമ്പാദിക്കുന്നുണ്ടെങ്കിലും അച്ഛന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടിപ്പോയ പണം ഇതുവരെ തിരിച്ചു കൊടുത്തില്ലല്ലോ എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് ആ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ റൂമിലിരിക്കുമ്പോഴേക്കും ശ്രുതിയും പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ ചെല്ലുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നോന്നേ. അത് പറയാം ഇതാന്നും പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപ എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ നിനക്ക് എവിടുന്ന ഈ പണം? അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ശ്രുതി, താലി വിറ്റു, ഇത് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് കവറിങ് മാല കാണിച്ചു കൊടുക്കുകയാണേ. ഇത് കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കണ്ടോ നീ എന്തിനാ ശ്രുതി ഇപ്പൊ ഇങ്ങനെ ചെയ്തത്, നീ ആ പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എന്തായാലും അത് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെ ശ്രുതി നീ ഇപ്പോ വലിയ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ എനിക്ക് അതിലും നല്ല താലി മേടിച്ചു തരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി എന്തായാലും ഈ പണം പിടിച്ചിട്ട് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പണമൊക്കെ ആയിട്ട് ഹോളിലേക്ക് വരികയാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇവിടെ ഒരു സംസാരം എന്നേ. അതെ നിന്റെ അച്ഛൻ ജോലിക്ക് പോണോന്നാണ് ഇപ്പൊ പറയുന്നതെന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട് അതിനെന്താ, അത് നല്ല കാര്യമല്ലേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് എന്താണ് നീ അച്ഛൻ സമ്പാദിച്ചു കൊണ്ടുവന്നത് എടുത്തുകൊണ്ട് ഓടി പോയതും പോരാ, ഇനി നിനക്ക് അച്ഛൻ സമ്പാദിച്ച് തന്നുകൊണ്ടേ ഇരിക്കണമെന്നേ. അത് അച്ഛനൊരു ടൈം പാസ് ആയിക്കോളുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞതേ, അതെന്തായാലും നീ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ശ്രുതിയോടിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇന്ന ഈ ക്യാഷ് ഇത് കൊടുക്കെന്നും പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ പൈസ ഇങ്ങനെ നീട്ടുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് സന്തോഷമാണ് കേട്ടോ. ഓ പണം വന്നോ, ഇതിന് വേണ്ടിയിട്ടാണല്ലോ എന്നെ നിർത്തി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നാടാ പണം മേടിക്കെന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ രവിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട് നീ മേടിക്കടാ,
എന്തായാലും അത് നിനക്ക് വന്ന് ചേരേണ്ട പൈസയാണെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി ആ പൈസ മേടിക്കുന്ന സമയത്താണ് ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഭാമയുടെ കോള് വരുന്നത്. ഇവളെന്തിനാണ് ഈ സമയത്ത് ഇപ്പൊ വിളിക്കുന്നതെന്നും പറഞ്ഞിട്ട് ചന്ദ്ര പോയി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഭാമേന്നെ, നീ പറയുന്നത് സത്യമാണോ? എന്നിട്ട് പണം അവിടെ ഉണ്ടായിരുന്നോ? അപ്പോ മോഷണം പോയില്ലായിരുന്നോ? നീ അപ്പോ നന്നായിട്ട് നോക്കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എന്താ സച്ചിയേട്ടാ പ്രശ്നമൊന്നും ചോദിച്ചിട്ട് സച്ചി പറയുന്നുണ്ട്, എടാ ഭാമ ആന്റി പണം മോഷണം പോയില്ലെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, എന്തായാലും വെയിറ്റ് ചെയ്യുന്നു പറയാട്ടോ. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ ഭാമയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യാനാ, നിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര, എന്താ പ്രശ്നം? അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അത് അന്ന് കാണാതെ പോയ ആ പണം ഇല്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, ഏതാ ആന്റി, അന്ന് രേവതി ചേച്ചി മോഷ്ടിച്ചെന്ന് പറഞ്ഞു പണമാണോന്നേ? അത് ഞാനിപ്പോഴാ രേവതി പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞത്. രേവതിയെ സംശയമുണ്ടെന്ന് ഭാമയല്ലേ പറഞ്ഞെന്ന് ചന്ദ്രമതി പറയാണ്. എന്നാ സച്ചി പറയുന്നുണ്ട്, ആരെയാണ് എങ്ങനെയാണ് സംശയം വന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ കാര്യം പറയുന്നേ. അപ്പോഴേക്ക് രവി ഇരിക്കുന്നുണ്ട്, എന്താ ചന്ദ്രനെ? അതെ, പണം കിട്ടി. പിന്നെ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങും പോയിട്ടില്ല, കബോർഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. അതിനുശേഷമായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവർക്ക് കിട്ടേണ്ട പൈസ അവിടെ ഉണ്ടല്ലോ, ഇനി അത് അവരോട് പോയി മേടിച്ചോളാൻ പറയുന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ പോയി മേടിക്കാനായിട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ അച്ഛാ, ആ പണം രേവതിയാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞിട്ട് രേവതിയെ കുറെ നാണം കെടുത്തി ഇവിടെ ഇട്ട് കരയിപ്പിച്ചല്ലോ, അതിനെന്താണ് അച്ഛാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്ക് രവി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛാ എന്തായാലും പണം പോയത് പണം കിട്ടുമായിരിക്കും, എന്നാൽ എൻ്റെ രേവതിയുടെ മനസ്സ് നോവിച്ചതും അവരുടെ വീട്ടുകാരെ അപമാനിച്ചതും ഒക്കെ എങ്ങനെയാ തിരിച്ചെടുക്കാൻ പറ്റുക, അതിനെന്താ പ്രതിവിധി എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്തും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അത് ശരിയാണ് അച്ഛാ, അമ്മയെന്ന് രേവതി ചേച്ചിയാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞിട്ട് രേവതി ചേച്ചീനെയും രേവതി ചേച്ചിയുടെ കുടുംബക്കാരെ എല്ലാവരെയും അപമാനിച്ചതല്ലേ, ഇനിയിപ്പോ അതിനെന്താ ചെയ്യാൻ പോകുന്നത്, അമ്മ പറഞ്ഞത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, എല്ലാവരുടെയും പറച്ചിൽ കേട്ടാ ഞാൻ എന്തോ കൊലപാതകം ചെയ്തതുപോലെയാണല്ലോ എന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നതും കൊലപാതകത്തിന് തുല്യമാണെന്നേ. എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പണം തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു. മോഷണം പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആ പൈസയും തിരികെ കിട്ടി. പിന്നെ ഞാൻ എന്ത് വേണം? പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ, ആ 2 ലക്ഷം രൂപ രേവതിയാണ് എടുത്തെന്ന് പറഞ്ഞപ്പോൾ രേവതിയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അതെ, പണം തിരികെ കൊടുക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെ രവിയേട്ടാ നിങ്ങൾ ഒരു വശം മാത്രം സംസാരിക്കില്ലെന്ന് പറയണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ, ഞാനാണോ ഒരു വശം മാത്രം സംസാരിക്കുന്നത്? അത് നിന്റെ പണിയാണ്. മക്കളെ 2 തരത്തിൽ കാണാനോ മരുമക്കളെ പല രീതിയിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ, അല്ലാതെ നിന്നെ പോലെയല്ല ഞാൻ പഠിച്ചിട്ടുള്ളതെന്നൊക്കെ രവി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവി പറയുന്നുണ്ട്, ചന്ദ്രേ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, അതിന് മറുപടി പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പൊക്കോന്ന് പറയുന്നുണ്ടേ. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, ശരി, നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി തരണം, അത്രയില്ലേ ഉള്ളൂ, ചോദിക്കുന്ന പറയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ശ്രുതി, നിന്റെ ആന്റിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, തെറ്റായിട്ടൊന്നും വിചാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, അന്ന് പണം മോഷണം പോയെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ഒറ്റ നോട്ടത്തില് നീ പറഞ്ഞു രേവതിയാണ് പണം മോഷ്ടിച്ചെന്ന്. എന്നാ ശ്രുതിയാണെങ്കിൽ നിനക്ക് ഭക്ഷണമായിട്ട് ആ വീട്ടിൽ വന്നിരുന്നെന്നും കുറേ നേരം നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്നും ഒക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് നീ ശ്രുതിയെ സംശയിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയിടയിൽ കയറി പറയുന്നുണ്ട്, അച്ഛാ, ഇപ്പൊ എന്തിനാണ് ശ്രുതിയുടെ മേലിൽ പഴിചാരാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നേ? അതെ, അതൊക്കെ നിന്റെ അമ്മയുടെ ജോലിയാണ്, അതൊന്നും എന്റെ പണിയല്ല. പിന്നെ ദേ, ഞാൻ ഒരു കാര്യം പറയാം, അതുപോലെ തന്നെ വർഷയും ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. വർഷയെ കുറിച്ചിട്ട് നീ എന്തെങ്കിലും ഇങ്ങനെ അനാവശ്യമായിട്ട് പറയുമോ? അതിനുള്ള ധൈര്യം നിനക്കുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതിനൊന്നും മറുപടി ഇല്ലാതെ ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ നിനക്ക് മറുപടി ഇല്ലാത്തത്?
രേവതിനെ നീ അത്രയും പഴിചാരിയിട്ട് ഇപ്പോൾ സത്യം മുഴുവൻ തെളിഞ്ഞിട്ടും അവൾ ഇത്രയും നേരമായിട്ട് ഒരു വാക്ക് വന്നിട്ട് എന്തിനാണ് എൻ്റെ മേലിൽ പഴിചാരിയെന്നെങ്കിലും നിന്നോട് ചോദിച്ചോ? അവൾ അങ്ങനെ ചോദിക്കില്ല. കാരണം അവൾ ചോദിച്ചാൽ നിന്റെ മനസ്സ് വേദനിക്കുമെന്ന് രേവതിക്കറിയാം. അതുകൊണ്ട് തന്നെ രേവതി അങ്ങനെ ചെയ്യുകയില്ല. എന്നാ ഈ സമയത്ത് ശ്രുതിയോ വർഷയായിരുന്നെങ്കിൽ നിന്നെ വെറുതെ വിടുമായിരുന്നോ? എന്താ വർഷേ നീ മിണ്ടാതിരിക്കുമായിരുന്നു എന്നിങ്ങനെ രവി ചോദിക്കുന്നുണ്ട്. ഈ സമയം വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാണോ ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ നോക്കി കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കില്ല. ഞാൻ ചെയ്യാത്ത തെറ്റ് എൻ്റെ മേലിൽ ആര് പഴിചാരിയാലും അന്നേരം തന്നെ അത് ആരാണെങ്കിലും എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അതിന് തക്കതായ മറുപടി നല്ല രീതിയിൽ കൊടുത്തിട്ട് ഈ വർഷം മാറുമെന്ന് പറയാണ്. ഇതോടെ കേട്ടിട്ട് ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ചന്ദ്രമതി നിൽക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ആകെ അങ്ങ് എന്തോ പോലായിട്ട് താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും കൂടിയിട്ട് 5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടുമില്ല. നവീൻ ദാസിന് വേണ്ടിയിട്ട് വീണ്ടും അവിടെയും പൈസ ഇറക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്ത എല്ലാ തെറ്റുകളും കൂടിയിട്ട് വീണ്ടും ശ്രുതി ഇങ്ങനെ നരകിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് കള്ളത്തരങ്ങളൊന്നും പൊളിയുന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും ചെയ്തു കൂട്ടുന്നതിനെല്ലാം തിരിച്ചടിയായിട്ട് നമ്മുടെ ശ്രുതിയുടെ തലയിലേക്ക് ഓരോന്നായിട്ട് വന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രുതിയുടെ അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.